ഓം ശാന്തി. ഞാൻ നിരന്തരം ഈ ഒരു സ്മൃതിയിലിരിക്കുന്നു. ഞാൻ ഈ ദേഹമല്ല. ദേഹത്തെ നിയമിത രൂപത്തിൽ കർമ്മേന്ദ്രിയങ്ങളിലൂടെ നടത്തിക്കുന്ന ജ്യോതിബിന്ദു നിരാകാരി ആത്മാവാണ്. ദേഹത്തിൻ്റെ ആധാരത്തിലൂടെ കർമ്മം ചെയ്യുന്ന ഞാൻ ദേഹിയാണ്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഞാൻ ദേഹത്തിൽ മസ്തകമധ്യത്തിൽ വിരാജമാനായ മസ്തകമണി ആത്മാവാണെന്ന് ഓർമ്മിക്കുന്നു. ഞാൻ ആത്മാ കണ്ണുകളിലൂടെ കാണുന്നു, മുഖത്തിലൂടെ സംസാരിക്കുന്നു, കാതുകളിലൂടെ കേൾക്കുന്നു, കൈകളിലൂടെ കാര്യം ചെയ്യുന്നു. ഓരോ കർമ്മം ചെയ്യുമ്പോഴും പരമാത്മാവിൻ്റെ ഓർമ്മയിലിരിക്കുന്നു. ബാബ സദാദേഹിയാണ്, സുപ്രീമാണ്. ബാബയുടെ ഓർമ്മയിലിരുന്ന് ഞാൻ സഹജമായി ദേഹി അഭിമാനിയാക്കുന്നു. ഓരോ കാര്യവും ബാബ എന്നിലൂടെ ചെയ്യിപ്പിക്കുന്നു, ഞാൻ നിമിത്തമായി ചെയ്യുന്നു. സർവ്വതും ചെയ്തുകൊണ്ട് ട്രസ്റ്റി ഭാവത്തിലിരിക്കുന്നു. എൻ്റേതെല്ലാം ബാബയുടേതാണ്. എൻ്റേത് ഈ ശരീരം പോലുമില്ല. ശരീരം പോലും ബാബയ്ക്ക് അർപ്പിച്ചിരിക്കുന്നു. എൻ്റേതായി ഒരു ബാബ മാത്രം ഈ സ്ഥിതിയിൽ സഹജമായി ദേഹി അഭിമാനിയാക്കുന്നു. അല്പസമയം ഞാൻ ദേഹി അഭിമാനി സ്ഥിതിയുടെ അനുഭവം ചെയ്യുകയാണ്. 4 ഭാഗത്തു നിന്നും ബുദ്ധിയെ മാറ്റി എൻ്റെ സമ്പൂർണ്ണ ശ്രദ്ധ സ്വയം തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഞാൻ സ്വയം തന്നെ കാണുന്നു. ദേഹത്തിൽ വിരാജമാനായി ഭ്രുകുടി മധ്യത്തിൽ തിളങ്ങുന്ന ഞാൻ ജ്യോതിബിന്ദു സ്വരൂപാത്മാവാണ്. ഞാൻ ഈ ദേഹത്തിൻ്റെ തേരാളിയാണ്. ദേഹത്തിൻ്റെ ആധാരമെടുത്ത് കർമ്മം ചെയ്യുന്നു. സ്വയം ദേഹിയാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു സുപ്രീം സദാദേഹി ബാബയുടെ ഓർമ്മയിൽ സമാവേശമായിരിക്കുന്നു. ദേഹാഭിമാനത്തിൻ്റെ സമ്പൂർണ്ണ ത്യാഗം ചെയ്യുന്നു. ദേഹത്തിലിരുന്ന് ദേഹത്തെ നിമിത്ത രൂപത്തിൽ കർമ്മേന്ദ്രിയങ്ങളിലൂടെ നടത്തിക്കുന്ന ഞാൻ ദേഹിയാണ്, നിരാകാരി ആത്മാവാണ്. ദേഹബോധത്തിൽ നിന്ന് മുക്തമായി സദാ ആത്മിക സ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. മനസ്സ് ശാന്തമാണ്, ദൃഷ്ടി പവിത്രമാണ്, കർമ്മേന്ദ്രിയങ്ങൾ ശീതളമാണ്. അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവമുണ്ടാകുന്നു. ഈ പഴയ ദേഹത്തെ മറന്ന് ഒരു പരമാത്മാ ശിവപിതാവിൻ്റെ ഓർമ്മയിലിരിക്കുന്നു. സ്വയം നിമിത്ത മാത്രമാണെന്ന് കരുതി കർമ്മം ചെയ്യുന്നു. സദാ ട്രസ്റ്റിയായി നടക്കുന്നു. എൻ്റേതെല്ലാം ബാബയുടേതാണ്. ഞാൻ ട്രസ്റ്റിയായി പരിപാലിക്കുന്നു. ഈ ദേഹവും ബാബയ്ക്ക് അർപ്പിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ എൻ്റേതൊന്നുമില്ല.
അപ്പോൾ പഴയ ലോകത്തോടും ദേഹത്തോടും മമത്വമില്ല. എൻ്റേത് ഒരു ശിവബാബ, മറ്റാരുമില്ല. നിരന്തരം സദാ ദേഹി ശിവബാബയുടെ ഓർമ്മ. വ്യക്തശരീരം പൂർണ്ണമായും സ്ഥിരമാണ്, ശാന്തമാണ്. മനസ്സിൽ കോലാഹലമില്ല. നിരന്തരം ദേഹി അഭിമാനി സ്ഥിതി. സദാ ദേഹി ബാബയുടെ സ്മൃതി ഉണ്ടാകുന്നു. ഞാൻ ബാബയെ പിന്തുടരുന്നു. അപകാരികൾക്കും ഉപകാരം ചെയ്യുന്ന സുഖദായിയാകുന്നു. ദേഹത്തെ മറക്കുന്നു. ഞാൻ ദേഹി അഭിമാനിയായി കഴിയുന്നു. പരസ്പരം ആത്മീയ സ്നേഹമുണ്ടാകുന്നു. മറ്റുള്ളവരുടെ കുറവുകളെ വർണ്ണിക്കുന്നില്ല. സദാ അപാര സന്തോഷത്തിലിരിക്കുന്നു. ഗുണഗ്രാഹിയാകുന്നു. സർവരുടെയും ഗുണം മാത്രം കാണുന്നു. ഒരു ബാബയല്ലാതെ മറ്റൊന്നും ഓർമ്മയിലില്ല. ഞാൻ ദേഹസഹിതം എല്ലാം മറക്കുന്നു. അപകാരികൾക്കും ഉപകാരിയാകുന്നു. സുഖദായിയാകുന്നു. ശരീരബോധം ഇല്ലാതാക്കിക്കൊണ്ടേ പോകുന്നു. ഞാൻ എത്ര സാധിക്കുന്നുവോ അത്രയും യോഗബലത്തിലൂടെ കാര്യം നേടുന്നു. ബാബ കുട്ടികൾക്കായി നിഷ്കാമമായ സേവനം ചെയ്യുന്നു. കുട്ടികളെ വജ്ര സമാനമാക്കുന്നു. ഞാൻ സ്നേഹത്തോടെ സേവനം ചെയ്യുന്നു. ശ്രീമതത്തിലൂടെ നടക്കുന്നു. ദേഹാഭിമാനത്തിലാണെങ്കിൽ പരസ്പരം കുറവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ദേഹി അഭിമാനിയാകുമ്പോൾ ആരുടെയും കുറവുകൾ കാണുന്നില്ല. പരസ്പരം സ്നേഹമുണ്ടായിരിക്കും. ദേഹാഭിമാനത്തിൽ വരുമ്പോൾ ദുഃഖദായിയാകുന്നു. ബാബ വന്ന് എന്നെ സതോപ്രധാനമാക്കി സദാ സുഖദായിയാക്കുന്നു. അവഗുണങ്ങളെ ഉപേക്ഷിച്ച് ഗുണം ധാരണ ചെയ്യുന്നു. ഞാൻ സമയം പാഴാക്കാതെ ബാബയെ ഓർമ്മിക്കുന്നു. വളരെ ക്ഷമയോടെ, ഗംഭീരതയോടെ, വിവേകത്തോടെ ബാബയെ ഓർമ്മിക്കുന്നു. എൻ്റെ ജീവിതം വജ്രസമാനമാക്കുന്നു. ഞാൻ ബാബയുടെ ശ്രീമതത്തിൽ പിഴവ് കാണിക്കില്ല. എനിക്ക് അളവില്ലാത്ത ജ്ഞാന ഖജാന ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അപാര സന്തോഷത്തിലിരിക്കുന്നു. യോഗത്തിൻ്റെ സ്ഥിതിയിലൂടെ ഹൃദയം ശുദ്ധമാകുന്നു. ഞാൻ എത്ര സാധിക്കുന്നുവോ ദേഹി അഭിമാനിയാകുന്നതിൻ്റെ അഭ്യാസം ചെയ്യുന്നു. ബാബയ്ക്ക് സമാനം നിരഹങ്കാരിയായി വളരെ സ്നേഹത്തോടെ എല്ലാവരുടെയും സേവനം ചെയ്യുന്നു. സംഗമയുഗത്തിൽ ബാബയിൽ നിന്നും സന്തോഷത്തിൻ്റെ ടോണിക്ക് കഴിക്കുന്നു. മറ്റുള്ളവരെയും കഴിപ്പിക്കുന്നു. ബാബയെ ഓർമ്മിച്ച് ജീവിതം വജ്രസമാനമാക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ആസക്തിയെ അനാസക്തിയാക്കി പരിവർത്തനം ചെയ്യുന്ന ശക്തി സ്വരൂപമാക്കുന്നു. ആദ്യം അനാസക്തമായി മാറണം. അപ്പോൾ മായ കൊണ്ടുവരുന്ന വിഘ്നങ്ങളെ നേരിടാൻ കഴിയുന്നു.
വിഘ്നങ്ങൾ വരുമ്പോൾ ശക്തി സ്വരൂപം ധാരണ ചെയ്താൽ വിഘ്ന വിനാശകരായി മാറാൻ കഴിയും. ദയ നിസ്വാർത്ഥവും ആകർഷണമുക്തവുമായിരിക്കണം. സ്വാർത്ഥതയോടെ ആയിരിക്കരുത്. ഓം ശാന്തി.